സ്നേഹമുള്ള ക്നാനായ സമുദായ അംഗങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ക്നാനായ സമുദായത്തിലെ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയ ഒരു ചർച്ച കേൾക്കുവാനിടയായി. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹമല്ലേ ക്രിസ്തു സഭ? ക്രിസ്തീയ സഭകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ലോകം അംഗീകരിക്കുന്ന സഭയാണ് കത്തോലിക്ക സഭ. കത്തോലിക്ക സഭയുടെ പ്രത്യേകത യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ പിന്തുടർച്ച അവകാശിയായ മാർപ്പാപ്പായുടെ കീഴിലുള്ള സഭ എന്നതാണ്. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമമാണ് കത്തോലിക്ക സഭയ്ക്ക് ബാധകമായിട്ടുള്ളത്. കത്തോലിക്ക സഭ സ്ഥാപിതമായിട്ടുള്ളത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയാണ്. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങളിൽ ആദ്യ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് വിവരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസിന്റെ പ്രസംഗം കേട്ട് ആ സ്ഥലത്ത് വെച്ച് തന്നെ നാനാജാതി സമൂഹത്തിൽ നിന്നും 3000-ഓളം പേർ സ്നാനം സ്വീകരിച്ച് ആദ്യ ക്രൈസ്തവ സമൂഹം രൂപം കൊള്ളുന്നു. തുടർന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ അന്യദേവന്മാരെ ആരാധിക്കുന്നവരും വിജാതീയരും എല്ലാ ഗോത്രങ്ങളിൽപ്പെട്ടവരും സ്നാനം സ്വീകരിച്ച് ശിഷ്യന്മാരുടെ അനുയായികളായി പത്രോസിന്റെ കീഴിൽ ക്രൈസ്തവ സമൂഹം പടർന്നു പന്തലിച്ചു. അതായത് ആരംഭം മുതൽ ക്രിസ്തീയ സഭയിൽ ജാതി ഭേദമില്ല, സമുദായ ഭേദമില്ല, വർഗഭേദമില്ല. യേശു ക്രിസ്തുവിനെ പ്രതീക്ഷിച്ച് ജീവിച്ചിരുന്ന ഇസ്രായേൽ ജനം പോലും എൻഡോഗമി പാലിച്ചിരുന്നില്ല. പക്ഷേ അവർ അന്യദേവന്മാരെ ആരാധിച്ചിരുന്നവരെയും വിഗ്രഹാരാധകരെയും വിവാഹം ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ ചാർച്ചക്കാരിൽ നിന്ന് മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ മത്തായി 1-ാം അധ്യായത്തിൽ വംശാവലിയിലെ ബോവാസ്, ഒബദ്, ജസെ, ദാവീദ്, സോളമൻ തുടങ്ങിയ അനവധി പേർ ഇസ്രായേലിന് പുറത്തുള്ള സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരായിരുന്നു. റാഹാബ്, റൂത്ത്, ബത്ശബ തുടങ്ങിയ ഇസ്രായേലിന് പുറത്തുള്ള അന്യജാതികളായ സ്ത്രീകളെക്കുറിച്ച് പോലും വംശാവലിയിൽ പറയുന്നുണ്ട്. ക്രിസ്തുവിന് ശേഷം AD 345-ലാണല്ലോ ക്നായിത്തൊമ്മനും കൂട്ടനും കേരളക്കരയിൽ കുടിയേറിയത്. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ജനങ്ങൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുടർച്ചക്കാരായിരുന്നില്ലേ? അവർക്ക് ജാതിഭേദം ഇല്ലായിരുന്നു എന്നതിൻ്റെ തെളിവല്ലേ ക്നായിത്തൊമ്മൻ്റെ 2ാം ഭാര്യ. കത്തോലിക്ക സഭയുടെ പ്രവർത്തനം സഭയുടെ അടിസ്ഥാന ഘടകമായ രൂപതകളിലൂടെയാണ് നടക്കുന്നത്. സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിച്ചു വരുന്നവരെ സ്നാനം ചെയ്ത് സഭയിലേക്ക് ചേർക്കുകയും തുടർന്ന് അവർക്ക് ആത്മീയ പരിരക്ഷ നൽകുന്നതും രൂപത വഴിയാണ്. കത്തോലിക്ക സഭയിൽ ഒരു സമുദായത്തിന് വേണ്ടിയുള്ള രൂപത അനുവദിക്കാറില്ല. എന്നാൽ ഏതെങ്കിലും സമുദായത്തിന് പ്രത്യേകം പരിഗണന വേണമെന്ന ബോധ്യമായാൽ ആ സമുദായത്തിന് വേണ്ടി എന്ന് രൂപത അനുവദിക്കുമ്പോൾ പറയാറുണ്ട്. ആലപ്പുഴ രൂപത അഞ്ഞൂറ്റിക്കാർക്ക് വേണ്ടി, കൊച്ചി രൂപത എഴുന്നൂറ്റിക്കാർക്ക് വേണ്ടി, പുനലൂർ രൂപത ദളിത് ക്രൈസ്തവർക്ക് വേണ്ടി, കോട്ടയം രൂപത തെക്കുംഭാഗർക്ക് വേണ്ടി എന്നൊക്കെ സ്ഥാപന പൂളായിൽ പറഞ്ഞിരിക്കുന്നത് ഉദാഹരണങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കോട്ടയം രൂപതയുടെ കൽപ്പനയിൽ തെക്കുംഭാഗർക്ക് വേണ്ടി എന്നാണ്, അല്ലാതെ തെക്കുംഭാഗർക്ക് മാത്രം എന്നല്ല. വിശ്വസിച്ചു വരുന്ന ഏവരെയും സഭയിലേക്ക് ചേർക്കണമെന്നാണ് സഭയുടെ പൊതു നിയമം. 2017 ഡിസംബർ 18-ന് പൗരസ്ത്യ തിരുസംഘം കോട്ടയം ബിഷപ്പിനും ചിക്കാഗോ ബിഷപ്പിനും മേജർ ആർച്ച് ബിഷപ്പിനും അയച്ചിരിക്കുന്ന കൽപ്പന ഇപ്രകാരമാണ്: ദ ഇന്റന്റ് ഓഫ് അലൗയിങ് സോ കോൾഡ് ഗ്രാനായ പാരിഷസ് ഇൻ ദ ഡയസ്പൊറ ഈസ് ടു ഹാവ് എ പ്ലേസ് വെയർ the social and cultural bonds of this community can be specially fostered without, however, limiting either membership or participation in the parish only to persons of Clanaya lineage. You are therefore kindly requested to remind your people that no parish or mission is to be considered endogamous in any case. കോട്ടയം രൂപത തെക്കുംഭാഗർക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വളരെ വ്യക്തമായി പൗരസ്ത്യ തിരുസംഘം വീണ്ടും രൂപതയെ അറിയിച്ചിരിക്കുകയാണ്. അതായത് കല്യാണം, മൃതസംസ്കാരം തുടങ്ങിയ ചടങ്ങുകൾക്ക്
ക്നാനായക്കാർ നടത്തുന്ന പ്രത്യേക ആചാരങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് തെക്കുംപാകർക്ക് വേണ്ടി രൂപത അനുവദിച്ചിരിക്കുന്നത്. അല്ലാതെ എൻഡോഗമി പാലിക്കുന്നതിന് വേണ്ടിയല്ല. ഗവൺമെന്റുകൾ മാപ്പിള സ്കൂളുകൾ, ഹരിജൻ വെൽഫെയർ സ്കൂളുകൾ എന്നിവ അനുവദിക്കുന്നത് പോലെ അത്തരം സ്കൂളുകളിൽ അവർക്ക് കൂടുതൽ പരിഗണന ലഭിക്കും. എല്ലാവരെയും ചേർക്കണം എന്നുള്ളത് പൊതു നിയമം. ഈ വിവരം ഇടവക ജനങ്ങളെ അറിയിക്കണമെന്ന് പ്രത്യേകം കത്തിൽ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. കോട്ടയം മെത്രാന്റെ അധികാരം എന്താണ്? ക്നാനായ സമുദായത്തിന്റെ നേതാവാണോ കോട്ടയം മെത്രാൻ? അല്ല എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. മാർപ്പാപ്പ കൊടുത്തിട്ടുള്ള അധികാരം ഉപയോഗിച്ച് രൂപത ഭരിക്കേണ്ടയാളാണ് രൂപത മെത്രാൻ. സഭയുടെ നിയമങ്ങളാണ് അദ്ദേഹം നടപ്പാക്കേണ്ടത്. എൻഡോഗമി പാലിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. അദ്ദേഹം എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു? എൻഡോഗമിയും സഭയുമായി യാതൊരു ബന്ധവുമില്ല. തീവ്രവാദികളെ നേരിടുവാൻ ബിഷപ്പിന് ധൈര്യമില്ലാത്തതിനാൽ കോടതി വിധി വരുവാൻ കാത്തിരിക്കുകയാണ് അദ്ദേഹം. ഏത് സമുദായവും, ഏത് ജാതിയും, ഏത് മതവും രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമാണ്. യേശു ക്രിസ്തുവും അത് പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് 12:17. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വിവാഹത്തിൻ്റെ പേരിൽ ഒരാളെ ഒരു മതത്തിൽ നിന്നോ, ഒരു സമുദായത്തിൽ നിന്നോ, രൂപത്തിൽ നിന്നോ, കുടുംബങ്ങളിൽ നിന്നോ പുറത്താക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണല്ലോ സ്വയം പിരിഞ്ഞു പോകുവാൻ കോട്ടയം രൂപത പറയുന്നത്. കോട്ടയം രൂപത ഒരു നിയമം ഉണ്ടാക്കി നിർബന്ധപൂർവ്വം പുറത്താക്കുകയാണെങ്കിൽ കോട്ടയം രൂപത കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താകും. രൂപതാ മെത്രാനെ രാജ്യം ശിക്ഷിക്കുകയും ചെയ്യും. എത്രയോ മതങ്ങളുടെയും ജാതികളുടെയും വർഗങ്ങളുടെയും ഇടയിലാണ് ഇന്ത്യയിൽ സഭ നിലനിൽക്കുന്നത്. ഏതെങ്കിലും ഒരു സമുദായത്തിൽ നിന്നും ആരെങ്കിലും പുറത്താക്കപ്പെടുന്നുണ്ടോ? ആയതിനാൽ കോട്ടയം രൂപത എൻഡോഗമിയുടെ പേരിലുള്ള പുറത്താക്കൽ ശിക്ഷ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ക്നാനായ സമുദായം നിലനിൽക്കുന്നത് എൻഡോഗമിയുടെ പേരിലല്ല. ക്നാനായ സമുദായത്തിൻ്റെ തനതായ സംസ്കാരവും കലകളും സാമൂഹ്യ വ്യവസ്ഥയും ഭക്ഷണ രീതികളും ആണ് മറ്റു സമുദായങ്ങളുമായി വ്യത്യസ്തത നിലനിർത്തുന്നത്. നമ്മുടെ ചുറ്റുമുള്ള മറ്റ് സമുദായങ്ങളിൽ നോക്കൂ. എല്ലാ സമുദായങ്ങളും എൻഡോഗമി പാലിക്കുന്നുണ്ട്. പക്ഷേ ധാരാളം പേർ സമുദായം മാറി വിവാഹവും നടത്താറുണ്ട്. അവിടെ എങ്ങും ഒരു പുറത്താക്കൽ നടപടിയില്ല. അതുകൊണ്ട് സമുദായങ്ങൾക്ക് ഒരു കുറവും സംഭവിച്ചിട്ടുമില്ല. പഴയ കാലങ്ങളിൽ പൂർവികർ മാറി വിവാഹം ചെയ്യേണ്ടി വരുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും കാണുകയില്ല. കൂടുതലും കർഷകരായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നാട്ടിൽ തന്നെ കഴിയുന്നവരുമായിരുന്നു. അവർക്ക് സമുദായത്തിൽ നിന്ന് തന്നെ പങ്കാളികളെ ലഭിക്കുന്നതിന് പ്രയാസവും ഉണ്ടായിരുന്നില്ല. കാലം മാറി. ജോലിക്ക് വേണ്ടി ലോകം മുഴുവൻ കുടിയേറി പോകുന്നവരാണ് ക്നാനായക്കാർ. ലോകത്ത് എവിടെ ചെന്നാലും അവിടെ കത്തോലിക്കരുമുണ്ട്. വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും കത്തോലിക്ക സഭയുടെ നിയമങ്ങൾക്ക് വിധേയമായും ഇഷ്ടമുള്ള ഒരു കത്തോലിക്ക വിശ്വാസിയെ വിവാഹം ചെയ്യുന്നതിനും ആ വ്യക്തിയെ നമ്മുടെ സമുദായത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് നിലനിർത്തുന്നതിനും കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കുന്നതിനും ആവശ്യമായ മാറ്റങ്ങൾ ക്നാനായ സമുദായത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.